ഈ പുഴയും കടന്ന സീരിയലിലെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ കാവേരി ആണെങ്കിൽ ടീ കപ്പില് ഇരുന്ന് കണക്കുകളൊക്കെ നോക്കുകയായിരുന്നു. അപ്പോഴാണ് ആസിഫാണ് കൂടെ ഇരുന്ന് കണക്കുകളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നത്. ഇത് കണ്ട് നമ്മുടെ നിവിൻ അവിടേക്ക് വരികയാണ്. അപ്പോഴാണെങ്കിൽ നിവിന് നല്ല കുശുമ്പുണ്ടാവുകയായിരുന്നു ആസിഫിനോട്. അങ്ങനെ ആസിഫിനെ ഇങ്ങനെ കണ്ണ് കാണിച്ചിട്ട് നീ എന്താ ഇവിടെ ഇരിക്കുന്നേ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. എന്നിട്ട് കണ്ണ് കാണിച്ചിട്ട് ആംഗ്യ ഭാഷയിലാണ് പറയുന്നത്. എന്നിട്ട് പറഞ്ഞ അമ്മ അന്വേഷിക്കുന്നു, ചക്കപ്പഴം പോയിരിക്കുന്നത് അമ്മയ്ക്ക് അറിയില്ല, നിന്നെ അന്വേഷിക്കുന്നു, അത് പറഞ്ഞു കൊടുക്കാനെ കൊണ്ടാണ് എന്നൊക്കെ ഇങ്ങനെ കള്ളത്തരം പറഞ്ഞിട്ട് നിവിനാണെങ്കിൽ ആസിഫിനെ അവിടേക്ക് പറഞ്ഞു വിടുകയാണ്. എന്നിട്ട് നമ്മുടെ നിവിനാണെങ്കിൽ കാവേരിയുടെ അടുത്ത് നിന്നിട്ട് ഓരോന്നൊക്കെ ചോദിക്കുകയാണ്. കണക്കും കാര്യങ്ങളും എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി, അപ്പോൾ ഞാൻ പറഞ്ഞു തരാം എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ കാവേരി കുറേ ഡൗട്ടുകളൊക്കെ നിവിൻ്റെ അടുത്ത് ചോദിച്ച് ക്ലിയർ ചെയ്യണം. അപ്പോഴാണെങ്കിൽ ഈ കാവേരി ചോദിച്ചു, എനിക്ക് ഒരു സംശയം കൂടെ ഉണ്ടെന്ന് ചോദിച്ചു. അപ്പം എന്താ, ഞാൻ എന്ത് സംശയം വേണമെങ്കിലും പറഞ്ഞു തരാമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പം റിസോർട്ടിനെ കുറിച്ചാണ് കാവേരി അന്വേഷിക്കുന്നത്. എല്ലാ രഹസ്യങ്ങളും നിവിനാണെങ്കിൽ കാവേരിയോട് തുറന്ന് പറയുകയാണ്. അങ്ങനെ എല്ലാം കാവേരി മനസ്സിങ്ങനെ വെക്കുകയാണ്. അപ്പോഴാണെങ്കിൽ നമ്മുടെ രാജേശ്വരി അതുവഴി വന്നപ്പോൾ ഇവരിങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നതൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പം പെട്ടെന്ന് ആസിഫിനെ വിളിച്ചിട്ട് പറഞ്ഞ്, നീ എന്താ ഇവിടെ നിന്ന് കറങ്ങുന്നത്, എന്താ നിവിന്റെ മേളിൽ 2 കണ്ണും വേണം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ വേഗം നിവിന്റെ അടുത്തോട്ട് ചെല്ലുന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആസിഫ് ആണെങ്കിൽ നിവിൻ ഇങ്ങനെ കണ്ണ് കാണിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പറയും. ഇപ്പൊ 1 മിനിറ്റ്, കാവേരിയുടെ അടുത്ത് പറഞ്ഞു 1 മിനിറ്റ്, ഇപ്പൊ ഞാൻ അയച്ചേക്കാന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നെ അടുത്ത സീൻ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ജയബാലനാണെങ്കിൽ പിന്നെ അരവിന്ദന്റെ വീട്ടിലേക്ക് വരികയാണ്. അരവിന്ദൻ മരിച്ചു പോയല്ലോ. അരവിന്ദന്റെ വീട്ടിൽ ശാരദയെ കാണുകയാണ്. ശാരദയെ കണ്ടും വെച്ച് കുറെ സങ്കടവും ഒക്കെ അഭിനയവും കാഴ്ച വെക്കുകയാണ്. ഞാൻ കാശ് കൊണ്ടുവന്നപ്പോഴത്തേക്ക് നിങ്ങൾ സ്വർണ്ണമൊക്കെ വെച്ച് വീട് തിരിച്ചെടുത്തു, എന്നിട്ട് പോക്കറ്റിൽ നിന്ന് 1 കെട്ട് നോട്ടെടുത്ത് ശാരദയുടെ കൈ ഇങ്ങനെ കൊടുക്കാനൊക്കെ തുടങ്ങി. ശാരദ പറഞ്ഞു, അയ്യോ വേണ്ട, ഇതിന്റെ ആവശ്യം ഇപ്പോൾ ഇല്ല, എല്ലാവരും ജോലിക്കൊക്കെ പോകുന്നുണ്ട്, പിന്നെ സ്വർണം വിറ്റ കാശൊക്കെ കയ്യിലിരിപ്പുണ്ട്, ഇപ്പം കാശിന്റെ ആവശ്യം ഇല്ല, അപ്പം പറഞ്ഞു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ജയബാലൻ പറഞ്ഞു, ഇനി എന്തെങ്കിലും ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് പറയാൻ മടിക്കണ്ട എന്നൊക്കെ ഇങ്ങനെ ശാരദയോട് പറയാണ്. അപ്പോഴാണ് നമ്മുടെ വിനീത് വീട്ടിലോട്ട് വരുന്നത്, ശാരദയുടെ വീട്ടിലോട്ട് വരുന്നത്, കുറെ പലചരക്ക് സാധനവും പച്ചക്കറിയൊക്കെ ആയിട്ട്. അപ്പം ജയബാലൻ കാണുകയാണ്. എന്നിട്ട് വിനീതിനെ ഭീഷണിപ്പെടുത്തുകയാണ്. നീ എന്തിനാണ്, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഈ വീട്ടിൽ കിടന്ന് കറങ്ങല്ല, നീ പേരുദോഷം ഒപ്പിക്കാനാണോ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, നീ ഇവരുടെ മുന്നിൽ നല്ല പിള്ളയൊന്നും ചമയണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് വിനീതിനോടും. നീ എന്തിനാണ് ഇവരെ നിന്റെ വീട്ടിൽ കൊണ്ട് താമസിപ്പിച്ചത്, ഇവരുടെ കാര്യത്തിൽ ഇടപെടരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ, അരവിന്ദ് എൻ്റെ ചങ്കാണ്, അപ്പം എനിക്ക് കുറെ പ്ലാനുകളുണ്ട്, ആ പ്ലാനുകൾ തെറ്റിക്കാൻ ഞാൻ ആരെയും സമ്മതിക്കില്ല എന്നൊക്കെ ഈ ജയബാലൻ വിനീതിനോട് തുറന്നു പറയുകയാണ്. വിനീതിനെ ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോഴത്തേക്ക് ശാരദ വന്ന് എന്താ, അപ്പം ജയബാലൻ അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം വിനീതിനോട് ചോദിച്ചു, എന്താണ് ജയബാലൻ പറഞ്ഞ, ഓ അതൊന്നും ഇല്ല, ഞങ്ങള് കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞാന്നൊക്കെ പറയും. എന്നിട്ട് ശാരദ വെച്ച്, ഇതൊക്കെ എന്തിനാ ഈ സാധനങ്ങളൊക്കെ മേടിച്ചോണ്ട് വന്നേക്കുന്നതെന്നൊക്കെ പറയും. അപ്പം നമ്മുടെ ഗംഗ അവിടെ നിന്ന് നോക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വിനീത് ഈ സാധനങ്ങളൊക്കെ കൊടുത്തും വെച്ച് പോകാൻ തുടങ്ങിയപ്പം ഗംഗ പുറകിന്ന് വിളിക്കുക, വിനീതേട്ടാന്ന് വിളിക്കുകയാണ്. അങ്ങനെ നിന്നിട്ട് പറഞ്ഞ്, എനിക്ക് കുറച്ച് സാധനങ്ങൾ തയ്ക്കാനുള്ള സാധനങ്ങൾ മേടിക്കണമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയണേ. അപ്പം വിനീതേട്ടൻ പറഞ്ഞു, എന്തുണ്ടെങ്കിലും എൻ്റെ അടുത്ത് പറഞ്ഞാൽ പോരെ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അത് വിനീതേട്ടന് ഒരു ബുദ്ധിമുട്ടാവില്ലേ. അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ടാറ്റാ.